പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ബൈ യൂസിങ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ എന്താണ് ഈ സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്? സ്ട്രക്റ്റ്. ഒരു സ്റ്റുഡൻറ്റ് സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്നും പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കുമായിരുന്നു അല്ലേ. എപ്പോഴാണ് ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന ആവശ്യം എപ്പോഴാണ്? ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡേറ്റ് നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമ്മൾ എന്തിനെ ക്രിയേറ്റ് ചെയ്യും? സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ സിയിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഉണ്ട്. അതൊരു ക്യാരക്ടർ സ്ട്രിങ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആണ് നെയിം എന്ന് പറയുന്നത്. ക്യാരക്ടർ നെയിം ഓഫ് 5 എലമെൻറ്റ്സ് ഉള്ള ഒരു പേര്. ഓക്കെ, അതേപോലെ തന്നെ ആ സ്റ്റുഡൻറ്റിന് റോൾ നമ്പറും ഉണ്ട്. അതൊരു ഇൻറ്റീജറാണ് അല്ലേ, ഇൻറ്റ് റോൾ നമ്പർ. അപ്പോൾ ഈ രണ്ട് ഡീറ്റെയിൽസും ഒരു സ്റ്റുഡൻറ്റിൻ്റെയാണ്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആയതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിനും നെയിമും റോൾ നമ്പറും ഉണ്ട്. അത് ഡെഫിനറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ. ഇവിടുത്തെ ഡേറ്റയുടെ ടൈപ്പ് എന്താണ്? നെയിം ക്യാരക്ടറാണ്, റോൾ നമ്പർ ഇൻറ്റീജറാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡേറ്റയെ നമുക്ക് ഒരുമിച്ച് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നൊരു ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഈ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരും, അതായത് നെയിം റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? സ്ട്രക്ചർ മെമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. സ്ട്രക്ചറിനകത്തുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സാണ്. അപ്പോൾ ഈ സ്ട്രക്ചറിനകത്തുള്ള എലമെൻറ്റ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ എസ് എന്നുള്ള പേരിൽ ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ അവിടെ ഡിഫൈൻഡായി, ആ സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ആയി ആണല്ലോ. ആ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താ സംഭവിക്കുക? എസ് എന്നുള്ള പേരിൽ ഒരു നെയിമും ഒരു റോൾ നമ്പറും, അതായത് എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിൻ്റെ പേരിൽ ഒരു നെയിം റോൾ നമ്പർ വരും. ഇപ്പോൾ എനിക്ക് നെയിമാണ് എടുക്കേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. എനിക്ക് റോൾ നമ്പറാണ് വേണ്ടെങ്കിൽ എസ് ഡോട്ട് ആർ നമ്പർ എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. അതായത് ഈ സ്ട്രക്ചർ വേരിയബിൾ ത്രൂ ആണ്, അതിൽ ഡോട്ട് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രക്ചർ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത് അല്ലേ. ഇതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ്. സപ്പോസ് ഞാനിപ്പോൾ ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ 2 സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് ഈ ഒരു സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? S1 എന്നും കൊടുക്കും, S2 എന്നും പറഞ്ഞ് കൊടുത്ത് സെമിക്കോളൻ ഇടും. ഇത് മീനിങ് എന്താണ്? S1 എന്നുള്ള പേരിൽ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട്, ആ സ്റ്റുഡൻറ്റിന് എന്തുണ്ട്? നെയിമും ഉണ്ട്, റോൾ നമ്പറും ഉണ്ട്. അതേപോലെ S2 എന്നുള്ള പേരിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആ സ്റ്റുഡൻറ്റിന് എന്തുണ്ട്? നെയിമും ഉണ്ട്, റോൾ നമ്പറും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2 ഫീൽഡുകളാണ് ഈ ഒരു ഓരോ സ്റ്റുഡൻസിനും ഉള്ളത്. ഇപ്പോൾ എനിക്ക് 5 സ്റ്റുഡൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? S1 S2 S3 S4 S5 എന്നുള്ള 5 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തേനെ. ഇപ്പോൾ എൻ്റെ 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 10 ഡിഫറെൻറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഞാനൊരു സ്ട്രക്ചറിൻ്റെ ഒരു അറേ അങ്ങ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ എന്ത് ചെയ്യും? ഒരു അറേ അങ്ങ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുക? എസ് എന്നുള്ള പേരാണ് വേരിയബിൾ, അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? S(10) എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? 10 സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഈ 0 മുതൽ S(0) മുതൽ S(9) വരെയുള്ള S(0) മുതൽ S(9) വരെയുള്ള വേരിയബിൾസിൽ എനിക്ക് 10 സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റുഡൻറ്റ് ഓഫ് 0യ്ക്ക് S(0)യ്ക്ക് എന്തുണ്ട്? നെയിമുണ്ട്. അതിന് വിളിക്കുന്ന പേരെന്താണ്? S(0.name). അതുപോലെ തന്നെ S(0) എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് എന്തുകൊണ്ട്? റോൾ നമ്പറും ഉണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? S(0.roll number). ഓക്കെ, ഇതേപോലെ S(1)ന് നെയിം റോൾ നമ്പറും ഉണ്ട്, S(2)ന് നെയിം റോൾ നമ്പറും ഉണ്ട്. അങ്ങനെ എല്ലാ എലമെൻറ്റ്സിനും നമുക്കൊരു കളക്ഷനായിട്ട് നമുക്കതിനെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സ്ട്രക്ചറിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ. നമ്മൾ ഈ ഒരു സ്ട്രക്ചർ കോൺസെപ്റ്റാണ്, ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്? പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഈ പോളിനോമിയലിനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, ഏതൊരു പോളിനോമിയൽ എടുത്താലും, പോളിനോമിയൽ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ 2x³ + 5x ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിൽ കുറേ ടേംസ് ഉണ്ടായിരിക്കും അല്ലേ. ഇതിനകത്ത് +3 ചുമ്മാ ഞാൻ എഴുതുക. അപ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3. ഈ പ്ലസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം എന്തായിരിക്കും? ഡിഫറെൻറ്റ് ടേംസിനെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. 3 ഡിഫറെൻറ്റ് ടേംസാണ് ഉള്ളത്. അപ്പോൾ ഈ ഓരോ ടേമിനും എന്ത് കാണും? ഡെഫിനറ്റായിട്ടും ഓരോ ടേമിനകത്തും ഒരു എക്സ്പോണൻഷ്യൽ പാർട്ടും കാണും, ഒരു കോഎഫിഷ്യൻറ്റും കാണും അല്ലേ. അപ്പോൾ ഈ എല്ലാ ടേംസ് എടുത്താലും അതിന് എക്സ്പോണൻഷ്യൽ പോർഷനും ഉണ്ട്, കോഎഫിഷ്യൻറ്റ് പോർഷനും ഉണ്ട്. കണ്ടോ? നെക്സ്റ്റ് രണ്ടാമത്തെ ടേം എടുത്താലും അതിന് എക്സ്പോണൻഷ്യൽ പോർഷനും ഉണ്ട്, കോഎഫിഷ്യൻറ്റ് പോർഷനുണ്ട്. നോക്കിക്കേ, ഇവിടുത്തെ എക്സ്പോണൻഷ്യൽ പോർഷൻ 1 ആണ്, ഇവിടുത്തെ എക്സ്പോണൻഷ്യൽ വാല്യൂ 1ഉം കോഎഫിഷ്യൻറ്റ് എത്രയാണ്? 5ഉം അല്ലേ. ഇത് നോക്കുകയാണെങ്കിൽ എന്താണ്? 3 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 3 × x⁻0 ആണ് 3 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ പാർട്ട് എത്രയാണ്? എക്സ്പോണൻഷ്യൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്, കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. അപ്പോൾ ഒരു പോളിനോമിയലിനകത്തുള്ള എല്ലാ ടേംസിനും ഡെഫിനറ്റായിട്ടും എന്ത് കാണും? എത്ര ടേംസ് ഉണ്ടോ അത്രയും
കോഎഫിഷ്യൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പൊണൻഷ്യലും കാണും ആണല്ലോ. അപ്പോൾ നമുക്കിതിനൊരു സ്ട്രക്ചർ കോൺസെപ്റ്റിൽ എഴുതുവാണെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിൻ്റെ പേര് പ്ലസ് പോളിനോമിയൽ ആയതുകൊണ്ട് ഞാൻ POL പോളി എന്ന് വിളിച്ചു. ഓക്കെ, ചുമ്മാ ഇഷ്ടമുള്ളൊരു പേര് വിളിക്കാം. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? പോളിനോമിയൽ എന്നാണ്. ആ പോളിനോമിയലിനകത്ത് 2 വാല്യൂസ് ഉണ്ടാവും. എന്തൊക്കെയാണ് ഉള്ളത്? എക്സ്പൊണൻഷ്യൽ പോർഷനും കാണും, കോഎഫിഷ്യനും കാണും. ഓക്കെ, ഈ എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും റിയൽ വാല്യൂസേ വരുള്ളൂ അല്ലേ. അതായത് 2x³ അല്ലെങ്കിൽ 5x² അങ്ങനെയുള്ള റിയൽ വാല്യൂസ് ആയിരിക്കും എക്സ്പൊണൻഷ്യൽ വരിക. അതേസമയം കോഎഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. 10.2 എന്ന് കൊടുക്കാം, 10.5 എന്ന് കൊടുക്കാം, 100.3 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് കോഎഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡേറ്റ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോട്ടിംഗ് വാല്യൂസും വരാം, ഇൻറ്റിജറും വരാം. സോ ഫ്ലോട്ട്, കോഎഫിഷ്യൻ്റ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് രണ്ടാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പൊണൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇൻറ്റിജർ ആയിരിക്കും എക്സ്പൊണൻറ്റ് എപ്പോഴും. സോ ഇൻറ്റി എക്സ്പ്. ഇത് രണ്ടും അല്ലെങ്കിൽ ഈ 2 വാല്യൂസും ചേരുന്നതാണ് ഓരോ ടേംസും. ഇപ്പോൾ 10 ടേം ഉണ്ടെങ്കിൽ 10 ടേമിനും എന്ത് കാണും? കോഎഫിഷ്യൻറ്റും കാണും, എക്സ്പൊണൻഷ്യലും കാണും അല്ലേ. ഇനി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എഴുതിയ എക്സാമ്പിളിനകത്താണെങ്കിൽ എത്ര ടേംസ് ഉണ്ട്? 2x³ ഉണ്ട്, 5x ഉണ്ട്, 3 ഉണ്ട്. നമുക്ക് 2x³ ഉണ്ട്, 5x ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ്. അപ്പം ഈ ഒരു പോളിനോമിയൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ P എന്നുള്ളതാണ് സ്ട്രക്ചർ വേരിയബിളെങ്കിൽ P(3) വെച്ചിട്ട് എനിക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പറ്റില്ലേ? കാര്യം എങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P(0). P(0)ൽ വരുന്ന ആരാണ്? 2x³ അല്ലേ. ദെൻ P(1)ൽ വരുന്ന ആരാണ്? രണ്ടാമത്തെ ടേം എന്താണത്? 5x. ദെൻ P(2)ൽ വരുന്ന ആരാണ്? 3. അങ്ങനെ 3 ടേംസിനെയും എടുത്തു. ഇനി ഈ P(0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2x³ നമ്മൾക്ക് എന്തൊക്കെ അറിയാം? ഓരോ ടേമിനും എന്ത് കാണും? ഇപ്പോൾ എക്സ്പൊണൻറ്റും കാണും, കോഎഫിഷ്യൻ്റ് കാണും അല്ലേ. അതായത് P(0)ക്ക് എന്തുണ്ട്? എക്സ്പൊണൻറ്റ് പോർഷനുണ്ട്. അതേപോലെ തന്നെ P(0)ക്ക് എന്തുണ്ട്? കോഎഫിഷ്യൻ്റ് പോർഷനുണ്ട് അല്ലേ. അതേപോലെ P(1)നും എക്സ്പൊണൻഷ്യൽ പോർഷനുണ്ട്. അതേപോലെ തന്നെ P(1)നും കോഎഫിഷ്യൻ്റ് ഉണ്ട് അല്ലേ. 1 ഡോട്ട് കോഎഫിഷ്യൻ്റ്. ഓക്കെ, ഇതേപോലെ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനെല്ലാം എന്ത് കാണും? 1ഉം 2നും ഉണ്ട്. ഇപ്പം 3 ടേംസ് ആയതുകൊണ്ട് 3 ടേംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻഷ്യൽ വാല്യൂസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു നോർമൽ ഒരു പോളിനോമിയലിനെ നമ്മളൊരു അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന കാര്യം. ഇത് ഒരൊറ്റ സ്ട്രക്ചർ അല്ല. ഈ സ്ട്രക്ചർ വേരിയബിൾ എന്താണ്? അറയാണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇറ്റ്സ് ആൻ അറേ ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു കളക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. ഇത് ഒരു സ്ട്രക്ചർ അല്ല. P(0) ഒരു സ്ട്രക്ചറാണ്, P(1) ഒരു സ്ട്രക്ചറാണ്, P(2) ഒരു സ്ട്രക്ചറാണ്. അങ്ങനെ എത്ര ടേംസ് ഒരു പോളിനോമിയലിനകത്തുണ്ടോ അത്രയും ടേംസിനെയാണ് നമ്മൾ ഓരോ അറേക്കകത്തുള്ള എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? എങ്ങനെ നമുക്കിത് റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ശരിക്കും ഒരു പോളിനോമിയൽ വരുവാണെങ്കിൽ ആ പോളിനോമിയൽ 2 പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു, കോഎഫിഷ്യൻ്റ്, എക്സ്പൊണൻഷ്യലും. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ നേരെ നമ്മുടെ പോളിനോമിയലിനെ ഇവിടെ വിളിച്ചേക്കുന്ന പേര് x1 എന്നാണ്. അപ്പം ആ x1ൻ്റെ 0th ടേമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ എന്തൊക്കെ കൊടുക്കാം? കോഎഫിഷ്യൻ്റ് ആയിട്ട്. കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ആണ്. അതേപോലെ അതിൻ്റെ എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ് അല്ലേ. അപ്പം നമ്മൾ x(0)യുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 7ഉം. അതേപോലെ തന്നെ x(0)യുടെ എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4ഉം ആയിരിക്കും ആണല്ലോ. അപ്പോൾ അതേപോലെ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രക്ചർ യൂണിറ്റ് ആണ്. അതിൽ ആദ്യത്തെ ടേം വന്നു. ഇനി രണ്ടാമത്തെ ടേമാണ് 5x². 5x²നകത്ത് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ആണ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പൊണൻ്റ് ആണ്. നെക്സ്റ്റ് ടേം എടുക്കാം 3x⁻1. അപ്പം 3 എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പൊണൻഷ്യൽ. ഇതേപോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമ്മളൊരു പോളിനോമിയൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ റെപ്രസെൻറ്റേഷൻ ഇത് നമ്മളുടെ വ്യത്യാസം എന്താണ്? സപ്പോസ് ഇത് നമ്മളൊരു അറേ സ്ട്രക്ചറായിരുന്നു നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ അറേ നിൽക്കാതെ നമ്മൾ എങ്ങനെ ഇതിനെ അറേ ആയിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ എഴുതുമായിരുന്നു? നമ്മൾ ഇതിൽ 0th ടേം ഇല്ല. അപ്പോൾ നമ്മൾ 0ക്ക് അതായത് പവർ വാല്യൂ 0 വരുന്നത്, എക്സ്പൊണൻഷ്യൽ 0 വരുന്ന ടേം ഒന്നുമില്ല, 0 കൊടുത്തു. ദെൻ 1 വരുന്ന ടേം ഉണ്ട്, അതാരാണ്? 3 ആണ്, അതെഴുതി. 2 വരുന്ന ടേം ഉണ്ട്, അതാരാണ്? 5 എഴുതി. ദെൻ 3 വരുന്ന ടേം ഇല്ല, 0 എഴുതി. 4 വരുന്ന ടേം ഉണ്ട്, അതാരാണ്? 7 ആണ്. ഇങ്ങനെ നമ്മൾ എഴുതി വെക്കേണ്ടി വന്നേനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ അൺയൂസ്ഡ് ആയിട്ടുള്ള ഈ സ്പേസ് നമ്മളിങ്ങനെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്കതിനൊരു സിംഗിൾ സ്ട്രക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ എവിടെയാണോ ഡേറ്റ ഉള്ളത് അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ ആദ്യത്തെ ടേം അതിൻ്റെ കോഎഫിഷ്യൻറ്റ് പോർഷൻ എന്താണ്? 5 ആണ്. എക്സ്പൊണൻഷ്യൽ പോർഷൻ എന്താണ്? 3. രണ്ടാമത്തെ ടേം എടുത്തു, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് പോർഷൻ എന്താണ്? 3. എക്സ്പൊണൻഷ്യൽ പോർഷൻ എന്താണ്? 1. മൂന്നാമത്തെ ടേം എടുത്തു, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് പോർഷൻ എത്രയാണ്? -8. ഇവിടുത്തെ ഇതിൻ്റെ സൈൻ നോക്കണം. ഓക്കെ, ഇവിടുത്തെ -8 എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻⁴. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -8ഉം പിന്നെന്താണ്? എക്സ്പൊണൻഷ്യൽ പോർഷൻ 0.
ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് പോളിനോമിയലിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നോക്കാം. ഞാനിങ്ങനെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്ലംസി ആയി പോവേ. നമുക്ക് നേരെ ഡയറക്റ്റ് നമുക്ക് അൽഗരിതത്തിലേക്ക് പോകാം. അൽഗരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, 3 സെനാരിയോസിലാണ് നമ്മൾ ഈ അൽഗരിതത്തിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് എന്താണ് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണ് ആഡ് ചെയ്യാനുള്ള 2 പോളിനോമിയൽസ് ഉണ്ട് ആണല്ലോ. ആ 2 പോളിനോമിയൽ, ഇപ്പോൾ ഫസ്റ്റ് പോളിനോമിയലിനെ ഇവർ വിളിച്ചേക്കുന്ന പേര് P1 എന്നാണ്. ഫസ്റ്റ് പോളിനോമിയൽ വിളിച്ച പേര് P1 എന്നാണ്. സെക്കൻഡ് പോളിനോമിയൽ വിളിച്ച പേര് P2. ഈ അൽഗരിതം പഠിക്കാൻ വേണ്ടിയുള്ള ഈസിനെസ്സിന് വേണ്ടി പറഞ്ഞു തരുക. ബാക്കി ക്ലാസ് എടുത്തപ്പോൾ ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ വിളിച്ച പേരെന്താണ് P1, സെക്കൻഡ് പോളിനോമിയൽ വിളിച്ച പേരെന്താണ് P2 ആണല്ലോ. ഈ ഫസ്റ്റ് പോളിനോമിയലിനകത്തുള്ള എല്ലാ ടേംസും വരുന്നത് എന്തായിരിക്കും? ഈ P1-നകത്തായിരിക്കും അല്ലേ. സെക്കൻഡ് പോളിനോമിയലകത്തുള്ള എല്ലാ ടേംസും വരുന്നത് എവിടെ ആയിരിക്കും? P2-ലായിരിക്കും. അപ്പോൾ ഓരോ ടേംസിനെയും ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേരിയബിൾ ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? I ആണ്. നമ്മുടെ പോളിനോമിയൽ P1 ആണെങ്കിൽ സോ P1-ൻ്റെ ഐട്രേറ്റിംഗ് വേരിയബിളാണ് I, P2-ൻ്റെ ഐട്രേറ്റിംഗ് വേരിയബിളാണ് J. അങ്ങനെ നമുക്ക് 2 വേരിയബിൾസാണുള്ളത്. P1-ന് വേണ്ടിയിട്ട് Iയും P2-ന് വേണ്ടിയിട്ട് Jയും. ഇനി നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളുണ്ട്. ആ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരാണ് K. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ P1-ൻ്റെ ഐട്രേറ്റിംഗ് വേരിയബിൾ I, P2-ൻ്റെ ഐട്രേറ്റിംഗ് വേരിയബിൾ J, റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു പോളിനോമിയലുണ്ട്. ആ പോളിനോമിയലിൻ്റെ പേരാണ് K. അപ്പോൾ 3 പോളിനോമിയൽസാണ് ഇവിടെ ഉള്ളത്, P1-ഉം P2. അത് യൂസർ തരുന്ന ആഡ് ചെയ്യാനുള്ള 2 പോളിനോമിയൽസ്. റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളിൻ്റെ പേരാണ് റിസൾട്ട് എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ P3 എന്ന് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഇവിടെ അൽഗരിതത്തിൽ റിസൾട്ട് എന്നാണ് കൊടുത്തേക്കുന്നതുകൊണ്ട് റിസൾട്ട്, അതിന് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരെന്താണ് K. കാര്യം ഇതിനകത്ത് ഒരുപാട് നമ്പർ ഓഫ് ടേംസ് ഉണ്ട് അല്ലേ. ആ ഓരോ ടേമുകളെയും കൊണ്ടുവന്ന് തരുന്ന ആരാണ്? Iയും Jയും Kയുമാണ്. ഓക്കെ, ഇനി ദെൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? യൂസർ തരുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് എന്താണ്? P1 എന്നുള്ള പോളിനോമിയലിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരിക്കണം. ഓക്കെ, അതേപോലെ P2 എന്നുള്ള പോളിനോമിയലിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരിക്കണം. അത്രയും തവണയാണ് നമ്മൾ ഈ ഓരോ ഓപ്പറേഷൻസും ചെയ്യേണ്ടത്. അതായത് P1-നകത്തുള്ള എല്ലാ ടേംസും തീരുന്നത് വരെ, അല്ലെങ്കിൽ P2-നകത്തുള്ള എല്ലാ ടേംസും തീരുന്നത് വരെ. സോ നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? I എന്ന് പറഞ്ഞാൽ എന്താണ്? Iയുടെ വാല്യൂ, അതായത് I എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിനകത്തുള്ള ടേംസിൻ്റെ കൗണ്ടാണ് Iയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ I ലെസ് ദാൻ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ P1. അതേപോലെ തന്നെ J ലെസ് ദാൻ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ P2. അതായത് Iക്കകത്തുള്ള എല്ലാ ടേംസും തീരുന്നത് വരെ, അതേപോലെ P1-നകത്തുള്ള എല്ലാ ടേംസും തീരുന്നത് വരെയാണ് I വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ P2-നകത്തുള്ള എല്ലാ ടേംസും വർക്ക് ചെയ്യുന്നത് മീൻസ് കണ്ടെത്തുന്നത് വരെയാണ് ആര് വർക്ക് ചെയ്യുന്നത്? J വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് പോളിനോമിയലിനകത്തുള്ള എല്ലാ ടേംസും പ്രോസസ്സ് ചെയ്ത് കഴിയണം. സെക്കൻഡ് പോളിനോമിയൽ P2-നകത്തുള്ള എല്ലാ ടേംസും എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്ത് കഴിയണം. ഇനി നമ്മൾ എന്തായി ചെയ്യുന്നത്? സാധാരണ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പോളിനോമിയൽസിനെ ആഡ് ചെയ്യണം. നോക്കിക്കേ, 2 പോളിനോമിയൽസിനെ തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു 3x² + 2x പിന്നെ 5x² + 4x ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2 പോളിനോമിയൽസിലെ എല്ലാ ടേംസും ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ഓരോ ടേംസും എടുക്കുമ്പം എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ എക്സ്പോണൻഷ്യൽ പോർഷൻ ചെക്ക് ചെയ്ത് നോക്കും. എക്സ്പോണൻഷ്യൽ സെയിം ആണെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. എന്താ ആഡ് ചെയ്യുന്നത്? കോഎഫിഷ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പോളിനോമിയൽസിൻ്റെ ശ്രദ്ധിച്ച് കേൾക്കണം. പോളിനോമിയൽസിൻ്റെ എന്താണ് എക്സ്പോണൻഷ്യൽ പോർഷൻ ചെക്ക് ചെയ്ത് നോക്കും. എക്സ്പോണൻഷ്യൽ പോർഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്പോണൻഷ്യൽസ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? കോഎഫിഷ്യൻസിനെയാണ് ആഡ് ചെയ്യുന്നത്. എന്താണ്? കോഎഫിഷ്യൻസിനെയാണ് ആഡ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള കണ്ടീഷൻ നോക്കാം. അതായത് ഫസ്റ്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആരാണ്? P1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ ടേം ആണോ? കുറേ നമ്പർ ഓഫ് ടേംസ് ആണ്. ഓരോ ടേംസിനെയും കൊണ്ടുതരുന്നത് ആരാണ്? I ആണ്. സോ P1 ഓഫ് I. ഇത് എഴുതുന്നതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോളിനോമിയൽ 1-നകത്തുള്ള ഓരോ ടേംസിനെയാണ് നമ്മൾ I വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ P1 ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് P1 എങ്കിൽ ഫസ്റ്റ് പോളിനോമിയൽ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P1 ഓഫ് 0-ൽ ആര് കാണും? ഇത് കാണും, 3 4x⁴. ഇനി P1 ഓഫ് 1-ൽ ആര് കാണും? 2x കാണും. ദെൻ P1 ഓഫ് 2-ൽ ആര് കാണും? 1 കാണും. ഇങ്ങനെയാണ് അത് മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെക്കുക അല്ലേ. അപ്പോൾ P1 ഓഫ് Iയുടെ എന്താ നോക്കേണ്ടത്? ഫസ്റ്റ് പോളിനോമിയലിൻ്റെ സെക്കൻഡ് പോളിനോമിയലിൻ്റെയും എക്സ്പോണൻഷ്യൽ സെയിം ആണെന്ന് നോക്കണം അല്ലേ. അപ്പം EXP വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എക്സ്പോണൻഷ്യലിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഈക്വൽ ടു ഫസ്റ്റ് പോളിനോമിയലിൻ്റെ എന്താണ്? എക്സ്പോണൻഷ്യൽ ഈസ് ഈക്വൽ ടു സെക്കൻഡ് പോളിനോമിയലിൻ്റെ എക്സ്പോണൻഷ്യൽ. സെക്കൻഡ് പോളിനോമിയലിലെ ഐട്രേറ്റിംഗ് വേരിയബിളിൻ്റെ പേരെന്താണ്? J എന്നാണ്. .exp. രണ്ടുപേരുടെ എക്സ്പോണൻഷ്യലിൻ്റെ പേര് സെയിം തന്നെയാണ്. ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് പോളിനോമിയലിനെ സെക്കൻഡ് പോളിനോമിയലിനെ നമുക്ക് ആഡ് ചെയ്യാം. എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? കോഎഫിഷ്യൻസ് ആണല്ലോ. അപ്പോൾ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനോമിയൽ 1-ൻ്റെ ആദ്യത്തെ ടേമിൻ്റെ എന്ത് ചെയ്യണം? കോഎഫിഷ്യൻ്റ്. അതും പോളിനോമിയൽ 2-ൻ്റെ ആദ്യത്തെ
പോളിനോമിയൽ 2ൻ്റെ ആദ്യത്തെ ടേമിൻ്റെ കോഎഫിഷ്യൻറ്റും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത്. സോ നമ്മളത് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇവിടെ ഒരു സ്റ്റോർ ചെയ്തേക്കുന്ന വേരിയബിളിൻ്റെ പേര് സം എന്നാണ്. ഓക്കെ, സോ സം ഇസ് ഇക്വൽ ടു ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാല്യൂ 7ഉം 5ഉം 3ഉം ആണെങ്കിൽ 5ഉം 3ഉം ഇവിടെ നമുക്ക് 3 വന്നിട്ടുണ്ട്, ഇവിടെ 5 വന്നിട്ടുണ്ട്, രണ്ടും കൂടെ ആഡ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് 8ൽ സ്റ്റോർ ചെയ്ത്, അല്ലെങ്കിൽ സം എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആണല്ലോ, ഇതിങ്ങനെ ഇരുന്നാൽ മതിയോ? നമ്മുടെ ആൻസർ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരെന്താണ്? റിസൾട്ട് എന്നാണ്. ആണല്ലോ, സോ റിസൾട്ട് എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരെന്താണ്? കെ ആണ്. സോ P1 വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേര് ഐ, P2 വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേര് ജെ, റിസൾട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേര് കെ. സോ റിസൾട്ട് ഓഫ് കെ ഈക്വൽ ടു റിസൾട്ട് ഓഫ് കെയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സം നമ്മൾ സ്റ്റോർ ചെയ്യും. റിസൾട്ട് ഓഫ് കെ ഈസ് ഈക്വൽ ടു സം. ആണല്ലോ, എന്നിട്ട് ഈ റിസൾട്ടിന് സം എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് മാത്രമാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? സെറ്റായിരിക്കുന്നത്. റിസൾട്ടിൻ്റെ കോഎഫിഷ്യൻറ്റ് മാത്രമാണ് സെറ്റായിരിക്കുന്നത്. നോക്കിക്കേ, 5 പ്ലസ് 3 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. 8 എന്ന് പറഞ്ഞ് മാത്രം എഴുതാൻ മതിയോ? 8 എന്താ എഴുതേണ്ടത്? x² എന്ന് എഴുതിയാൽ ആൻസർ കംപ്ലീറ്റ് ആവും. കാര്യം 3x²ഉം 5x² തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 8x². അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സം എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ 8 നമ്മളിവിടെ സെറ്റ് ചെയ്തു. 8 മാത്രം പോരാ, അതിൻ്റെ എന്തുകൂടെ വേണം? എക്സ്പോണൻഷ്യലും വേണം. ആണല്ലോ, അപ്പോൾ ഈ റിസൾട്ടിൻ്റെ എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിസൾട്ട് ഓഫ് കെയുടെ എക്സ്പോണൻഷ്യൽ. റിസൾട്ട് ഓഫ് കെയുടെ എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ ഇവിടെ രണ്ടുകൂടെ എക്സ്പോണൻഷ്യൽ സെയിമാണ്, അതായത് P1ൻ്റെ എക്സ്പോണൻഷ്യൽ സെയിമാണ്, P2ൻ്റെ എക്സ്പോണൻഷ്യൽ സെയിമാണ് ഈ ഒരു ടേമിൽ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നെങ്കിൽ P1ൻ്റെ ടേം കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? P2ൻ്റെ കൊടുക്കുക. ഞാനിപ്പോൾ ചുമ്മാ P1 എന്ന് എഴുതുവാണേ. P1ൻ്റെ ഒരു ടേമിൻ്റെ എന്തായിരുന്നു? എക്സ്പോണൻഷ്യൽ. ദെൻ P1 ഓഫ് ഐ ഡോട്ട് എക്സ്പോണൻഷ്യൽ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത റിസൾട്ടിന് അടുത്ത വാല്യൂലോട്ടാണ് നമ്മളിനി സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് പുറത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഐയും ജെയും നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഐയും ഇൻക്രിമെൻ്റ് ആവും, ജെയും ഇൻക്രിമെൻ്റ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം ഒരു നോർമൽ അഡീഷനാണ് നടക്കുന്നതെങ്കിൽ ആദ്യത്തെ പോളിനോമിയലിൻ്റെ 2 ടേംസ് എടുത്തു, അത് തമ്മിൽ എന്ത് ചെയ്തു? 2 ടേംസ് എടുത്തു, അത് തമ്മിൽ എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്ത് റിസൾട്ട് നമ്മൾ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് റിസൾട്ടിൻ്റെ അടുത്ത ലൊക്കേഷനിലേക്കാണ് നമുക്ക് അടുത്ത ആൻസർ കൊണ്ടുവയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റിസൾട്ടിൻ്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു. കെ ഈക്വൽ ടു K+1 ആക്കി, അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ അടുത്ത ഇൻഡെക്സിലോട്ട് പോകണം. അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? അടുത്ത ഐ വാല്യൂ. സെക്കൻഡ് പോളിനോമിയലിൻ്റെ അടുത്ത ഇൻഡെക്സിലോട്ട് പോകണം. അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരാണ് അടുത്ത ജെ വാല്യൂ. ദാറ്റ് ഇസ് ഇൻക്രിമെൻറ്റ് ചെയ്ത ഐയുടെ വാല്യൂ. ഐ ഈക്വൽ ടു I+1ഉം ജെ ഈക്വൽ ടു J+1ഉം ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ഇൻക്രിമെൻറ്റ് ബോത്ത് ഐ ആൻഡ് ജെ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു. ഓക്കെ, ഇത് നമ്മളുടെ മെട്രിക്സിൻ്റെ നമ്മളുടെ പോളിനോമിയലിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റ് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് പറയുവാണേ, ദാറ്റ് ഇസ് 3x⁴ + 2x + 1. ഈ ഒരു കേസിൽ നമ്മളിപ്പം ചെയ്യുന്ന എന്താണ്? 2 പോളിനോമിയൽസിനെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ 3x⁴ + 3x + 2 + 1. ഓക്കെ, ഇങ്ങനെ എഴുതി. സെക്കൻഡ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2x + 5 ഉള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ 3x⁴ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ സെക്കൻഡ് പോളിനോമിയലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് ടേം ഇല്ല അല്ലേ. അതേപോലെ തന്നെ രണ്ടാമത്തെ ടേം എടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? മാച്ചിങ് ടേം കിട്ടി. സോ നമുക്കിതിനെ എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ടേം, അതായത് ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ഡിഗ്രി സെക്കൻഡ് പോളിനോമിയലിൻ്റെ ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ ആ ഹയസ്റ്റ് ഡിഗ്രിയിലുള്ള ടേം നമ്മുടെ റിസൾട്ടിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റിസൾട്ടിലേക്ക് വരുന്ന ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ടേം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ടേമിന് വിളിക്കുന്ന പേരെന്താണ്? P1 ഓഫ് ഐയെ നമുക്ക് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യാം? നമ്മുടെ റിസൾട്ട് ഓഫ് കെയിലേക്ക് സ്റ്റോർ ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പോളിനോമിയലിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം ഡിഗ്രിയിലുള്ള വാല്യൂ സെക്കൻഡ് പോളിനോമിയലിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് ആ സെയിം വാല്യൂ അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു അൽഗരിതത്തിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കാം. നോക്കിക്കേ, കേസ് ബി, പോളിനോമിയൽ 1 ഹാസ് എ ഹയർ എക്സ്പോണൻറ്റ്. അതായത് P1ൻ്റെ എക്സ്പോണൻറ്റ് P2ൻ്റെ എക്സ്പോണൻറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അല്ലേ, P1ൻ്റെ എക്സ്പോണൻറ്റ് P2ൻ്റെ എക്സ്പോണൻറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? ആ എക്സ്പോണൻ്റുള്ള ആ ടേം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ആ ടേമും ആ കോഎഫിഷ്യൻറ്റും ആ എക്സ്പോണൻറ്റ് നമ്മുടെ റിസൾട്ടിലേക്ക് ഡയറക്റ്റായിട്ട് കോപ്പി ചെയ്താൽ മതി. ദാറ്റ് ഈസ് കോപ്പി ഡയറക്ട്ലി ടു അവർ റിസൾട്ട് എന്ന് പറയുമ്പോഴേക്കും ചുമ്മാ അല്ല റിസൾട്ട് ഓഫ് കെ ആണ്. P1 എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പോളിനോമിയലല്ല, P1 ഓഫ് ഐ ആണ്. ദെൻ P2 എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പോളിനോമിയലല്ല, P2 ഓഫ് ജെ ആണ്. അതെപ്പോഴും ഓർത്തോണം. ഓക്കെ, ദെൻ
കോപ്പി ഐ ടു ദ റിസൾട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഐയുടെ വാല്യൂ എടുത്ത് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്താണ്, ഐയുടെ വാല്യൂ എടുത്ത് കെയിലേക്കാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ച് വരേണ്ടത് ആർക്കാണ്, ഈ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് ആരാണോ അവർക്ക് മാത്രം. ആരൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്, അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഐ ഇസിക്കൽ ടു i+1 ആവണം, കെ ഇസിക്കൽ ടു എന്താവണം, k+1 ആവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോ തവണ നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എവിടെ നിന്നാണോ എടുത്തേക്കുന്നത് ആ പൊസിഷനിൽ നമുക്കിനി അടുത്ത എലമെൻറ്റിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഐയും കെയും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ സെയിം പ്രോസസ്സ് തന്നെ എങ്ങനെ നടക്കാം, റിവേഴ്സ് മൊമെൻറ്റിൽ നടക്കാം. അതായത് ഫസ്റ്റ് പോളിനോമിയലിൽ ഹയർ ഡിഗ്രി ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കാം. നമ്മളിനി കാണാൻ പോകുന്ന വേറൊരു കോണ്ടെക്സ്റ്റ്. രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിൽ 2x + 3 നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷേ ഇവിടെ 4x³ + 5x² + 1x + 2 ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് പോളിനോമിയലിനകത്താണ് എന്ത് ചെയ്തേക്കുന്നത്, എക്സ്പോണൻഷ്യൽ വാല്യൂ കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സ്പോണൻഷ്യൽ വാല്യൂ കൂടിയ ടേമിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിസൾട്ടിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെക്ക് ചെയ്യുന്നത്. P2ൽ ഉള്ള P2ന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡെക്സിൻ്റെ പേരെന്താണ്, P2(j)യുടെ എക്സ്പോണൻറ്റ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് പോളിനോമിയൽ P1(i)യുടെ എക്സ്പോണൻറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിസൾട്ടിലേക്ക് ഇതിനെ എടുത്ത് വെക്കണം. അതായത് റിസൾട്ട് ഓഫ് കെയിലേക്ക് നമുക്ക് ആരെ കൊടുക്കാം, റിസൾട്ട് ഓഫ് കെയിലേക്ക് ആരെ സ്റ്റോർ ചെയ്യുന്നുണ്ട് നമ്മൾ, റിസൾട്ട് ഓഫ് കെയിലേക്ക് നമുക്ക് ആരെ കൊടുക്കാം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള P1നെ കൊടുക്കാം. ദെൻ ഇപ്പോൾ സെക്കൻഡ് പോളിനോമിയലല്ലേ ഹയർ ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, P2 ആണ് ഹയർ വാല്യൂ. ആ P2നെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, P2(j) എടുത്ത് നമ്മുടെ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ P2(j) എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ P2(j) എന്ന് പറഞ്ഞാൽ എന്താണ്, 4x³ കംപ്ലീറ്റ് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, P2(j) എന്ന് വിളിച്ചത് അല്ലേ. അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടാകും, P2(j)യുടെ എക്സ്പോണൻറ്റും കാണും, ദെൻ P2(j)യുടെ കോഎഫിഷ്യൻറ്റും കാണും, P2(j)യുടെ ഡോട്ട് കോഎഫിഷ്യൻറ്റും കാണും. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം, പ്രോഗ്രാം ചെയ്യുമ്പോഴേക്കും അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഇവിടെ നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആണെങ്കിൽ റിസൾട്ടിലേക്ക് എടുത്ത് ആഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. നോക്കിക്കേ, ഇഫ് പോളിനോമിയൽ 2 ഹാസ് എ ഹയർ എക്സ്പോണൻറ്റ്, അങ്ങനെയാണെങ്കിൽ P1(i)യുടെ എക്സ്പോണൻറ്റിനേക്കാളും വലുതാണ് P2(j)യുടെ എക്സ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ പോളിനോമിയലിനാണ് ഹയർ ഡിഗ്രി ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ടാമത്തെ പോളിനോമിയൽ വേണം, ഈ സെക്കൻഡ് പോളിനോമിയൽ വേണം നമ്മുടെ റിസൾട്ടിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. എന്നിവിടെ ആഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്, സെക്കൻഡ് പോളിനോമിയൽ ആയതുകൊണ്ട് ആരൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ജെയും അപ്ഡേറ്റ് ചെയ്യണം, കെയും അപ്ഡേറ്റ് ചെയ്യണം. ആരൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, ജെയും അപ്ഡേറ്റ് ചെയ്യണം, കെയും അപ്ഡേറ്റ് ചെയ്യണം. ബിക്കോസ് നമ്മൾ റിസൾട്ട് ഓഫ് കെയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ആരെയാണ്, റിസൾട്ട് ഓഫ് കെയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആരെയാണ്, നമ്മുടെ P2(j) ആണ് എന്ത് ചെയ്യുന്നത്, റിസൾട്ട് ഓഫ് കെയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ വേരിയബിൾസ് ആണ്, k = k+1. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ആരാണ്, j = j+1. അപ്പോൾ രണ്ട് പോളിനോമിയൽസിന് രണ്ട് കണ്ടീഷൻസ് നമ്മൾ നോക്കി. ഇനി ചില കോണ്ടെക്സ്റ്റുകളിൽ എങ്ങനെയായിരിക്കും നോക്കിക്കേ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് പോളിനോമിയലിനകത്ത് 1 2 3 4 ടേംസ് ഉണ്ട്. സെക്കൻഡ് പോളിനോമിയൽ ഒരു ടേമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് എല്ലാത്തിൻ്റെയും ഹയസ്റ്റ് ഡിഗ്രി എന്തിനാണെന്ന് നോക്കും. അപ്പോൾ ഈ ഫസ്റ്റ് പോളിനോമിയലിനാണ് ഹയസ്റ്റ് ഡിഗ്രി. ഓക്കെ, സെക്കൻഡ് പോളിനോമിയൽ ഡിഗ്രിയും 3 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തുള്ള ഓരോ ടേംസിനെ എടുത്ത് നമ്മൾ മാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ എന്ത് കണ്ടു, ഈ രണ്ട് സെയിം ഡിഗ്രി പോളിനോമിയൽസ് കണ്ടു. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, പോളിനോമിയൽസിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യണം. അതായത് 10 + 5 ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, സമ്മിലേക്ക് 15 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ആ വാല്യൂവിനെ എടുത്തിട്ട് വേണം നമ്മുടെ റിസൾട്ട് ഓഫ് കെയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, സ്റ്റോർ ചെയ്യാനായിട്ട്. റിസൾട്ട് ഓഫ് കെയിലേക്ക് നമുക്ക് സം സ്റ്റോർ ചെയ്യണം. ഇതാണ് നമ്മൾ സാധാരണ ചെയ്തത്. ഇനി ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് പോളിനോമിയൽസ് ഉണ്ടെങ്കിൽ ആ പോളിനോമിയലിൽ ഒരു പോളിനോമിയലിനേക്കാളും നമ്പർ ഓഫ് ടേംസ് കുറവാണ് വേറൊരു പോളിനോമിയൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ ടേംസ് ആണോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് കഴിയുക. നമ്മുടെ ഫസ്റ്റിലത്തെ കേസിൽ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമുക്ക് 15x⁻³ എന്ന് പറഞ്ഞ് കിട്ടി. പിന്നെ ബാക്കിയുള്ള ടേംസുകളൊന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാച്ചിങ് എവിടെയില്ല, സെക്കൻഡ് പോളിനോമിയലിൽ വരുന്നതേ ഇല്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കെയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള ടേംസ് തീരുന്നത് വരെ ഈ ഫുൾ ടേംസിനെ അതേപോലെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിസൾട്ടിലേക്ക് കോപ്പി ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എവിടെ വരെയാണ് നമ്മൾ ഈ ഫുൾ കോപ്പി ചെയ്യുന്നത്, നമ്മുടെ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ P1 എന്നുള്ള ഫസ്റ്റ് പോളിനോമിയലിനകത്തുള്ള നമ്പർ ഓഫ് ടേംസ് എന്താവുന്നത് വരെ, എത്തുന്നത് വരെ, ടോട്ടൽ നമ്പർ ഓഫ് ടേംസിൻ്റെ കൗണ്ട് >= ആവുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ട്, 1 2 3 4. സോ ടോട്ടൽ 4 ടേംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നമ്മളിവിടെ P1നെ കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന വേരിയബിളിൻ്റെ പേരെന്താണ്, i ആണ്. സോ ഐയുടെ > എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ P1. ഓക്കെ ആണെങ്കിൽ അതായത് നമ്മുടെ ഫസ്റ്റ് പോളിനോമിയൽ തീരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, P1ലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ 10x³ 4x²
പ്ലസ് 2x+3 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെ വേണം നമ്മൾ ആരുമായിട്ട് ആഡ് ചെയ്യാനായിട്ട് 5x³ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യും, ഇത് രണ്ടോട് ആഡ് ചെയ്ത് 15x³ ആവും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് പോളിനോമിയലിനകത്തുള്ള റിമൈനിങ് ടേംസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആൻസറിലേക്ക് അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് നമ്മൾ കോപ്പി ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് ഓഫ് കെയിലേക്ക് ആര് വരും, റിസൾട്ട് ഓഫ് കെയിലേക്ക് ആര് വരും, ഫസ്റ്റ് പോളിനോമിയൽ P1 ഓഫ് എന്ത് വരും, I വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ എന്ത് ചെയ്യും, കോപ്പി ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്, ഇവിടെ വന്നിരിക്കുന്ന ആരാണ്, ഐയും കെയും ആണ്. I = I+1 ആക്കണം, K = K+1 ആക്കണം, അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് I and K എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടേണ്ടായിരുന്നു ഫസ്റ്റ് പോളിനോമിയൽ വലുതും സെക്കൻഡ് പോളിനോമിയൽ ചെറുതും. ഇനി തിരിച്ച് സംഭവിക്കാമല്ലോ, ഫസ്റ്റ് പോളിനോമിയലിനകത്ത് എന്ത് കാണാം, 5x³ സെക്കൻഡ് പോളിനോമിയൽ 10x³ + 4x² + 2x+3. ഓക്കെ, ഇങ്ങനെ വരാം. അപ്പോൾ എന്താ നോക്കുന്നത്, ഇവിടുത്തെ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് ടേംസിനേക്കാളും കുറവാണ് സെക്കൻഡ് പോളിനോമിയൽ എങ്കിൽ, ദാറ്റ് ഈസ് J <= ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. അതായത് J നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെക്കൻഡ് പോളിനോമിയലിനകത്തുള്ള എല്ലാ കണ്ടൻറ്റും എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ റിസൾട്ടിനകത്ത് എന്തൊക്കെ കാണും, ദെൻ P2 ഓഫ് ജെയുടെ എല്ലാ എലമെൻറ്റ്സും, P2 ഓഫ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എലമെൻറ്റ്സിൻ്റെ സെക്കൻഡ് പോളിനോമിയൽ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് കോപ്പി ചെയ്യണം, നമ്മുടെ റിസൾട്ടിലേക്ക് നമുക്ക് കോപ്പി ചെയ്യണം. എങ്ങോട്ടാണ് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത്, റിസൾട്ടിലേക്ക്. ഓക്കെ, നമുക്ക് എഴുതി നോക്കാമല്ലോ എങ്ങനെ വരികയെന്ന്. സോ നമ്മുടെ റിസൾട്ട് ഓഫ് കെയിലേക്ക് എലമെൻറ്റ് വരണം. എവിടെ നിന്നാണ് വരുന്നത്, ദെൻ P2 ഓഫ് ജെ അല്ലേ, P2 ഓഫ് ജെ ആണ് നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നത്. അന്നേരം P2ഉം ജെയും ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, K = K+1 കൊടുക്കണം, ദെൻ J = J+1 കൊടുക്കണം. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ. സോ റിസൾട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടിൽ റിസൾട്ട് വാല്യൂവിൻ്റെ ഇൻഡെക്സ് K ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റിസൾട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത്, പോളിനോമിയൽ അഡിഷൻ ബൈ യൂസിങ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, രണ്ടും, അതായത് ഫസ്റ്റ് പോളിനോമിയലിൻ്റെ എക്സ്പൊണൻറ്റും സെക്കൻഡ് പോളിനോമിയലിൻ്റെ എക്സ്പൊണൻറ്റും, ഫസ്റ്റ് പോളിനോമിയലിൻ്റെ എക്സ്പൊണൻറ്റും സെക്കൻഡ് പോളിനോമിയലിൻ്റെ എക്സ്പൊണൻറ്റും. ഫസ്റ്റ് പോളിനോമിയൽ എക്സ്പൊണൻറ്റ് P1 ഓഫ് I ഡോട്ട് എക്സ്പൊണൻറ്റും സെക്കൻഡ് പോളിനോമിയൽ എക്സ്പൊണൻറ്റ് P2 ഓഫ് J ഡോട്ട് എക്സ്പൊണൻറ്റും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്താണ് ആഡ് ചെയ്യേണ്ടത്, ഫസ്റ്റ് പോളിനോമിയലിൻ്റെ P1 ഓഫ് Iയുടെ എന്ത് ചെയ്യണം, കോഎഫിഷ്യൻറ്റും ദെൻ P2 ഓഫ് Jയുടെ കോഎഫിഷ്യൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അത് നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മളുടെ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യാൻ. സോ നമ്മുടെ റിസൾട്ട് ഓഫ് കെയിലേക്ക് വരുന്നത് ആരായിരിക്കും, ഈ പുതുതായിട്ട് കിട്ടിയിരിക്കുന്ന സം വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ റിസൾട്ട് ഓഫ് കെയ്ക്ക് എന്തുണ്ട്, എക്സ്പൊണൻറ്റും ഉണ്ട് കോഎഫിഷ്യൻറ്റും ഉണ്ട്. അപ്പോൾ റിസൾട്ട് ഓഫ് കെയുടെ എന്തായിട്ടാണ് ഇത് വരുന്നത്, സം വരുന്നത് കോഎഫിഷ്യൻ്റ് ആയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, റിസൾട്ട് ഓഫ് കെയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ട് ഓഫ് കെയുടെ എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസൾട്ട് ഓഫ് കെയുടെ എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ആരുടെയൊക്കെ എക്സ്പൊണൻ്റ് സെയിം ആണ്, P1 ഓഫ് Iയുടെ എക്സ്പൊണൻ്റ് സെയിം ആണ്, P2 ഓഫ് Jയുടെ എക്സ്പൊണൻ്റ് സെയിം ആണ്. അപ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒരാളുടെ എക്സ്പൊണൻ്റ് കൊടുത്താൽ മതി. അത് = എന്ത് കൊടുക്കാം, P1 ഓഫ് Iയുടെ എക്സ്പൊണൻ്റ് കൊടുത്തു. ഓക്കെ, ഡോട്ട് ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ രണ്ട് കേസസാണ് നോക്കുന്നത്. ഓൺ ദി വേയിൽ ഏതെങ്കിലും ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ തീർന്നു പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് വൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് പോളിനോമിയലിൻ്റെ കണ്ടൻറ്റ് ഫുള്ള്, ബാക്കിയുള്ള റിമൈനിങ് കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, റിസൾട്ടിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഫസ്റ്റ് പോളിനോമിയൽ ലെസ് ദാൻ P2, സെക്കൻഡ് പോളിനോമിയലിനേക്കാളും ചെറുതാവുകയാണെങ്കിൽ, അതായത് സെക്കൻഡ് പോളിനോമിയലാണ് വലുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് പോളിനോമിയലിൻ്റെ കണ്ടൻറ്റ് വേണം നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട്, റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു അൽഗോരിതത്തിൽ ആകെ പഠിക്കാനായിട്ട്. വളരെ സിമ്പിളാണ്, കോൺസെപ്റ്റ് അറിയാമെങ്കിൽ എളുപ്പം പഠിച്ച് തീരാവുന്നതേ ഉള്ളൂ.